ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തമർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇരുമ്പ് പാത്രം എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ഇരുമ്പ് പാത്രം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. വേണ്ടില്ലേ? അപ്പോൾ ഈ ഇരുമ്പ് പാത്രം മയക്കിയെടുക്കുക എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് ഇതെങ്ങനെ മയക്കിയെടുക്കുന്നോ അല്ലെങ്കിൽ ഇതിലെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്നോ അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. ഇനി അറിയുന്നവരും ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോകാം, അറിയാത്തവർ ഇത് കാണുക. ഞാനിത് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ വ്യൂ കിട്ടുക, ലൈക്ക് കിട്ടുക അങ്ങനത്തതൊന്നും വെച്ചിട്ടല്ല. അപ്പോൾ ഞാൻ ഈ ഇരുമ്പ് ചട്ടി എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഒരു ഇരുമ്പ് പാത്രമാണ് വാങ്ങിയത്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇരുമ്പ് പാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കനം കുറഞ്ഞ ടൈപ്പ് ഉണ്ട്, അത് അയൺ പോട്ട് എന്ന് പറയും. ഇത് കാസ്റ്റ് അയൺ പോട്ട് എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി വെയിറ്റ് ഉള്ളതാണ്. ഇത് സാധാരണ ഇരുമ്പ് ഉരുക്കിയിട്ട് മോൾഡിൽ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റേ കനല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ പിടിയൊക്കെ അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയും, മറ്റേതിൻ്റെ പിടിയൊക്കെ എക്സ്ട്രാ പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പാത്രം വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പാത്രം കഴുകുന്ന ലിക്വിഡ് അത് അതേപോലെ ഒഴിക്കരുത്. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് നല്ലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കുക ആദ്യം. അതിന് ശേഷം ഇത് നന്നായിട്ട് തുടച്ച് ഇതിലെ വെള്ളമൊക്കെ തുടച്ച് കളയുക. അപ്പോൾ ഞാനിത് പാത്രത്തിൻ്റെ ഉള്ളും അകവും പുറവും അതേപോലെ മൂടിയും എല്ലാം നല്ല തുടച്ച് വെള്ളത്തിൻ്റെ എല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകവും പുറവും ഒക്കെ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു കോട്ടൺ തുണി കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ എന്തുകൊണ്ട് വേണേലും എണ്ണ നന്നായിട്ട് തേച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ പാത്രത്തിൽ ഉൾഭാഗം മാത്രമല്ല, പാത്രത്തിൻ്റെ പിടിയും പാത്രത്തിൻ്റെ പുറവും ഒക്കെ നമ്മൾ എണ്ണ തേക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഇതിങ്ങനെ ഉള്ളിങ്ങനെ ചൂടായി ഇങ്ങനെ ആവി ഇങ്ങനെ വിരൽ തുടങ്ങുന്ന വരെ നമ്മളിത് ചൂടാക്കണം. നമുക്ക് അടപ്പ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഈ ഇരുമ്പ് പാത്രത്തിൽ കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. സാധാരണ ഇപ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്ക് പാനുകളും അലൂമിനിയം സ്റ്റീൽ അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ പഴയ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ മൺപാത്രങ്ങളായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്, അതേപോലെ ഇരുമ്പ് പാത്രങ്ങളും. അപ്പം ഈ എന്താ പറയുക, വയസ്സായ ആൾക്കാരൊക്കെ വീട്ടിലുള്ളവർ പറഞ്ഞു തരും നമുക്ക്, ഇങ്ങനെ ഇരുമ്പ് പാത്രത്തിലും മൺപാത്രങ്ങളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് എന്നൊക്കെ. അപ്പോൾ ഇരുമ്പ് പാത്രത്തിൽ കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇരുമ്പ് പാത്രത്തിൽ നിന്ന് അയൺ കണ്ടൻറ്റ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് കുറച്ച് ഇറങ്ങുന്നതാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് പറയും. പിന്നെ ചിലർ പറയുന്നതാണ് ഈ ഇരുമ്പ് പാത്രത്തിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കുക്ക് ചെയ്ത് മാറ്റി വെച്ച് കുറച്ച് കഴിയുമ്പം ആ ഉണ്ടാക്കിയ സാധനം കുറച്ച് കറുത്ത് വരുന്നുണ്ട്. അത് പേടിക്കൊന്നും വേണ്ട, അത് നമ്മൾ ഇരുമ്പ് പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അയൺ കണ്ടൻറ്റ് ഇറങ്ങുന്നതാണ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു ഇത് തോന്നുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം എന്താക്കുക, ആ ഭക്ഷണ പദാർത്ഥം വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ പാത്രം കുറച്ചൊന്ന് ചൂടായി, ഇതുണ്ടോ തുറന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ചെറുതായിട്ട് ആവി വരുന്നുണ്ട്. ഇപ്പോൾ അടച്ച് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും കൂടി ആവട്ടെ. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ കൈ തൊടാൻ പറ്റണം. അങ്ങനെ ആയിട്ട് ഈ ഇരുമ്പല്ലേ, അപ്പോൾ ചൂടാവാൻ കുറച്ച് ടൈം എടുക്കും, നന്നായിട്ട് ആവി വരട്ടെ. ഇപ്പോൾ നമ്മളെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ മൂടിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആവി പാറൽ തുടങ്ങി. അപ്പോൾ ഞാനിത് മൂടി തുറന്ന് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, വേണ്ട നന്നായിട്ട് ചൂടായി. ഇതിങ്ങനെ ചൂടാകുമ്പോൾ നമ്മൾ തേച്ച എണ്ണ ഈ പാത്രം അബ്സോർബ് ചെയ്യുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം.
അപ്പോൾ പിടിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ പിടിയായാലും ഒക്കെ നല്ല ചൂടായി കിടക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് നല്ല തണുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പിന്നെ സോപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നല്ലൊരു ടിഷ്യൂ കൊണ്ടോ കോട്ടൺ ക്ലോത്ത് കൊണ്ടോ തുടച്ച് വെള്ളമൊക്കെ നല്ലോണം തുടച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും എണ്ണ തേക്കുക. എണ്ണ തേച്ച് ഇതേപോലെ വീണ്ടും ഒന്ന് ചൂടാക്കി ആവി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഓഫാക്കിയിടുക. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ പലരും പല ടൈപ്പിൽ പിന്നെ ഈ പോട്ട് ഇങ്ങനെ മയക്കിയെടുക്കുന്നതുണ്ട്. ചിലർ കാണാം പിന്നെ കഞ്ഞിവെള്ളത്തിലൊക്കെ 2-3 ദിവസം ഇട്ട് വെച്ച് അതിന് ശേഷം അതെടുത്ത് എണ്ണ തേച്ച് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം. പിന്നെ ചിലർ ഓവനിൽ വെച്ചിട്ട് വരെ പിന്നെ ഈ പോട്ട് മയക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു 2-3 വട്ടം ചെയ്യുക. അതിന് ശേഷം നമ്മൾ പിന്നെ കുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ പിന്നെ ഈ എന്താ പറയുക, ഇരുമ്പ് പാത്രങ്ങൾ മയക്കാൻ അറിയാത്ത കുട്ടികൾക്കൊക്കെ ഇത് പിന്നെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത തവണയും കാണാം. ബൈ ബൈ.